നമസ്കാരം, ഞാൻ സന്തോഷ്. ഒരു വെറൈറ്റി ആയിട്ടൊരു വീടാണിത്. നമുക്കിപ്പോൾ ചൂട് കൊണ്ടും അതല്ലാതെ മഴ കൊണ്ടും ഒക്കെ ഉള്ള നമ്മൾ കോൺക്രീറ്റ് ബിൽഡിങ്ങുകളാണ് സാധാരണ കാണുന്നത്. പോട്ടോമാവിൽ ഒരു വീടാണ് ഈ കാണിക്കുന്നത്. ഏകദേശം ഒരു 6 മാസം കൊണ്ടാണ്, ഒരു വർഷം എടുത്തിൽ 6 മാസം കൊണ്ടാണ് ഈ വീട് പണിതെടുത്തത്. അപ്പോൾ 6 മാസം എന്ന് പറയുന്നത് എല്ലാം കൂടെ എടുത്ത് ഇവിടെ സെറ്റ് ചെയ്തപ്പോൾ ഏകദേശം 15 ദിവസം കൊണ്ടാണ്. ഇത് മുള കൊണ്ട് ചതച്ചാണ് ഇത് ചെയ്തത്. ആ വീടിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാം. ഇത് പ്ലൈവുഡോ തടിയോ ഒന്നുമല്ല, മുള ചതച്ച് അതിൻ്റെ പീസുകളാക്കി സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നല്ല തണുപ്പുണ്ട്, വീടിന് നല്ല തണുപ്പാണ്. അതുപോലെ ഇതിന് ഉപയോഗിച്ചേക്കുന്നത് ഈറയുടെ ഇലയാണ്. ഈറയുടെ ഇല കൊണ്ടാണ് ഇത് മേഞ്ഞിരിക്കുന്നത്. അതിന് മുകളിൽ ഇല പറക്കാതിരിക്കാൻ വേണ്ടി സാധാരണ ഓല വെട്ടിയിട്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇതിന് ഇടയ്ക്ക് ഇട്ടേക്കുന്ന കമ്പുകളല്ല, കാട്ടുകമ്പുകളാണ് ഉപയോഗിച്ചേക്കുന്നത്, കാട്ടുകമ്പുകൾ. അപ്പോൾ ഇത് ഒരു കാലത്തും പെട്ടെന്ന് ഉളുത്തു പോകുന്ന രീതിയിലല്ല ചെയ്തിരിക്കുന്നത്. ചേട്ടൻ്റെ പേരെന്തായിരുന്നു? ശിവകുമാർ എന്ന് പറയുന്ന ചേട്ടനാണ് ഇത് ചെയ്തിരിക്കുന്നത്. അത് ഏകദേശം എത്ര ദിവസം എടുത്തെന്ന് പറഞ്ഞത്? 15 ദിവസം കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. താറയാണെങ്കിൽ തളിച്ച പോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കുഞ്ഞുങ്ങളുടെ റൂമുണ്ട് പ്രത്യേകമായിട്ടും. കബോർഡുകൾ നമ്മളിപ്പോൾ ലക്ഷങ്ങൾ മുടക്കി വീടുകളിൽ ചെയ്യുന്ന കബോർഡിനെക്കാട്ടി വളരെ ഭംഗിയായിട്ടാണ് കുട്ടികളുടെ റൂമിൻ്റെ കബോർഡുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് ബുക്കുകൾ വെക്കാനും അതുപോലെ തന്നെ എല്ലാം നല്ല വൃത്തിയായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ വീടിനേക്കാൾ നമ്മൾ അകത്തോട്ട് കയറി നമുക്കൊന്ന് കാണാം. അപ്പോൾ വളരെ വൃത്തിയായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ശിവകുമാർ അവസാനം പറയുന്നത് യാനയൊക്കെ വന്നാൽ ഇങ്ങനെയുള്ള വീട്ടിൽ കിടന്നാൽ പെട്ടെന്ന് അറിയാം. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ കബോർഡിന്റെ അതൊന്നും പറയണേ. ഇത് കുട്ടികളുടെ റൂമിന്റെ ഭാഗങ്ങളാണ്. കബോർഡൊക്കെ ഈ തടി കൊണ്ടും ഇവിടെ തന്നെ കിട്ടുന്ന തടി കൊണ്ടും അതുപോലെ തന്നെ ഈ മുള ചതച്ച് ഉണ്ടാക്കിയ ഷീറ്റുകൾ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് അങ്ങനെയുള്ള റൂമാണ്. ഇനി ഇത് സിറ്റൗട്ടാണ്. സിറ്റൗട്ടിലെ പ്രത്യേകത എന്ന് പറയുന്നത് ഫുള്ള് മേളി വരെ മുള വെച്ചിരിക്കുകയാണ്. ഇത് അടുക്കളയാണ്. അടുക്കളയിൽ വളരെ വളരെ രസകരമാണ്. കാരണം സ്ലാവ് മാത്രം ചെയ്തിട്ട് ബാക്കി അടുപ്പ് നല്ലതായിട്ട് പുകയുന്നുണ്ട്. ഇത് ഏകദേശം പുക ഇതിനകത്ത് കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ 5 വർഷം വരെ ഇത് നിൽക്കുമെന്നാണ് പറയുന്നത്. പെട്ടെന്ന് നശിച്ചു പോകത്തില്ല, ഉളുത്തു പോകത്തില്ല. ഈ പുകയാണ് നല്ലതായിട്ട് കിട്ടേണ്ടത്. അപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ ഇത് നല്ലതായിട്ട് പോകുമെന്നാണ് പറയുന്നത്. അടുക്കളയെ നമ്മൾ ലക്ഷങ്ങൾ മുടക്കുന്നതിന് പകരമായിട്ടുള്ള കബോർഡുകളാണ്. ഇതിനകത്ത് എല്ലാ സാധനങ്ങളും വെച്ചിട്ടുണ്ട്. ലക്ഷങ്ങൾ മുടക്കി നമ്മൾ ചെയ്യുന്നതിന് പകരമായിട്ടുള്ള കബോർഡുകളായതല്ല, കിച്ചൺ കബോർഡ്. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങളാണ്. വിഷമൊന്നും ഇതിനകത്ത് ഒരു രീതിയിലും ഉണ്ടാവത്തില്ല. ഇത് ഈ മുള മുറിക്കുന്ന ഏത് സമയത്താന്ന് പറയുന്നത്? ഇത് നമുക്ക് കറുത്ത വാവ് അല്ലെ വെളുത്ത വാവ്, അത് കഴിഞ്ഞിട്ട് വാവ് കഴിഞ്ഞിട്ട് മുറിക്കാം. വെളുത്ത വാവ് കഴിഞ്ഞിട്ടാണ് ഈ മുള മുറിക്കേണ്ട ഒരു സമയം. ആ സമയത്ത് മുറിച്ചാലേ മുള പെട്ടെന്ന് ഉളുക്കാതിരിക്കത്തുള്ളൂ, കുറെ കാലം നിൽക്കും. അപ്പം നമ്മുടെ കയ്യിൽ കുറിച്ചി റമ്പും മില്ലും അതും ഇതുപോലെ തന്നെയാണ്. 1000ഓളം വർഷം അതിന് പാരമ്പര്യമുണ്ട്, ഒരിക്കലും നഷ്ടപ്പെട്ടു പോകത്തില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് വളരെ വളരെ സൂപ്പറായിട്ടൊരു വീടാണ്. നമ്മൾ പുല്ലുമേഞ്ഞ വീടിനെക്കാട്ടിലും വേറൊരു രസമുള്ള വീടാണ്. മാത്രമല്ല മഴ പെയ്യുന്ന സമയത്ത് നല്ല മറ്റേ മഴവെള്ളവും കാറ്റും കൂടെ വന്നു കഴിഞ്ഞാൽ ഒന്നും അറിയത്തില്ല. മഞ്ഞ് സമയത്തും അതുപോലെ തന്നെ ചൂട് സമയത്തും സുഖമായിട്ട് കഴിയാവുന്ന ഒരു വീടാണ് ഇത്. ഏകദേശം 2 ബെഡ്റൂമും ഒരു അടുക്കളയും ഒരു സിറ്റൗട്ടുമാണ് ഈ വീട്. അപ്പം നമുക്ക് നല്ല രീതിയിൽ താമസിക്കാവുന്ന ഒരു വീട്. ഇനിയിപ്പം നമുക്കെല്ലാം വേണ്ടി വരുന്ന ഇതേപോലുള്ള വീടുകളായിരിക്കാം. നമ്മുടെ ഈ വീടിനെ കുറിച്ചുള്ള വാർത്തകളെല്ലാം കണ്ടല്ലോ. ഇപ്പോൾ ഇതിൻ്റെ അകവും അല്ലെങ്കിൽ റൂമിനകവും പുറവശവും എല്ലാം നമ്മൾ കണ്ടു. അപ്പോൾ ഇതിൻ്റെ വെളിവശം നല്ല രീതിയിൽ നമുക്കൊന്ന് കാണാം, ഇതിൻ്റെ ഭംഗിയൊന്ന് കാണാം. ഈ ഭംഗി നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ എങ്ങുമില്ല. അപ്പോൾ വലിയ റിസോർട്ടുകളിൽ മാത്രമാണ് ഇതുള്ളത്. പക്ഷേ ഇവരിത് അതിനെ നല്ലതായിട്ട് ആസ്വദിക്കുന്നുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്കതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം. നമുക്ക് കൊല്ലക്കാരനെ